الحمد لله الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് ഒരു ഗ്രാമീണനായ അറബി ചോദിക്കുകയാണ്, മതസ്സാഅ, അള്ളാഹുവിൻ്റെ റസൂലെ, എപ്പോഴാണ് അന്ത്യസമയം, എപ്പോഴാണ് ഖിയാമത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിച്ചു, വമാ അഅദത്ത ലഹ, ആ അന്ത്യസമയത്തിന് വേണ്ടി നീ എന്താണ് ഒരുക്കി വച്ചിട്ടുള്ളത്? ആ മനുഷ്യൻ പറഞ്ഞു, വമാ അഅദത്തു ലഹാ മിൻ കസീരി സ്വലാത്തിൻ വലാ സൗമിൻ വലാ സദഖ, ഞാൻ കുറേ നിസ്കാരങ്ങളൊന്നും ഒരുക്കി വച്ചിട്ടില്ല, ഒരുപാട് നോമ്പൊന്നും അനുഷ്ഠിച്ചിട്ടില്ല, കുറേ സ്വതക്കകളൊന്നും കൊടുത്തിട്ടില്ല. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂല, എന്നാൽ ഞാൻ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിക്കുന്നുവോ അവരുടെ കൂടെയാണ് നീ. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ കൂടെ സ്വഹാബിമാരുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അൻത മഅ മൻ അഹ്ബബ്ത എന്ന നബിയുടെ ആ വാക്കിനേക്കാളും ഞങ്ങളെ സന്തോഷിപ്പിച്ച വേറൊരു വാക്കില്ല. നിങ്ങൾ ആരെ സ്നേഹിക്കുന്നുവോ അവരുടെ കൂടെയാണ് നിങ്ങൾ. നബിയുടെ ആ വാക്ക് ഞങ്ങളെ കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ നബിയെയും അബൂബക്കറിനെയും ഉമറിനെയും ഒക്കെ സ്നേഹിക്കുന്നുണ്ട്. അവരുടെ അത്രയൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എങ്കിലും അവരോടുള്ള സ്നേഹം കാരണം അവരുടെ കൂടെ എത്താൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബിമാർ സ്നേഹിച്ചതുപോലെ സ്നേഹിച്ച വേറെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ ഒരു ടീം ഇനി വരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയുടെ പ്രിയപ്പെട്ട അനുചരന്മാർ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്ന ഒരു സംഘം ഇനി വരാനില്ല. മാക്സിമം ലെവലിലാണ് സ്വഹാബിമാർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടുള്ളത്. ഹുദൈബിയ സന്ധി നടക്കുന്ന സമയത്ത് മക്കക്കാരുടെ പ്രതിനിധിയായിട്ട് ഉർവത്ത് ഇബ്നു മസ്ഊദ് വരുന്നുണ്ട്.
നബിയുമായിട്ട് സംസാരിക്കാൻ. ഉർവ സ്വഹാബിമാരുടെ ഓരോ ഇടപെടലുകളും നബിയുമായിട്ടുള്ള പെരുമാറ്റം ഒക്കെ വീക്ഷിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് തിരിച്ചു പോയിട്ട് മക്കക്കാരോട് ഉർവത്ത് ഇബ്നു മസ്ഊദ് എന്ന മനുഷ്യൻ പറയുന്ന വാക്കുണ്ട്, വല്ലാഹി ലഖദ് വഫത്തു ഇലൽ മുലൂക്ക്. ഒരുപാട് രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ ഞാൻ പോയിട്ടുണ്ട്. വഫത്തു ഇല കിസ്റ വ കൈസർ വൻ നജാഷി. നജാഷിയുടെയും കിസ്റയുടെയും കൈസറിൻ്റെയും ഒക്കെ ദർബാറുകളിൽ ഞാൻ എത്തിയിട്ടുണ്ട്. പക്ഷേ വല്ലാഹി മാ റഅയ്തു മലികൻ ഖത്തു യുഅദ്ദിമുഹു അസ്ഹാബുഹു മാ യുഅദ്ദിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദ. സുബ്ഹാനല്ലാഹ്. മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ ആദരിക്കുന്നത് പോലെ, മുഹമ്മദിനോട് കാണിക്കുന്ന ബഹുമാനം പോലെ ഒരു രാജാവിൻ്റെ പ്രജയും ഒരു രാജാവിൻ്റെ കീഴിലുള്ള ജനങ്ങളും ആ രാജാവിനെ സ്നേഹിക്കുന്നതോ ആദരിക്കുന്നതോ ബഹുമാനിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, സ്വഹാബിമാർക്ക് ജീവന്റെ ജീവനായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വാടുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരുടെ കണ്ണുകൾ നിറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം തെളിയുമ്പോൾ സ്വഹാബിമാരുടെ ചുണ്ടിലും പുഞ്ചിരി വിടർന്നു. ജീവിതയാത്രയിലെ കൊടും വേനലുകളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സാന്ത്വനത്തിന്റെ തണുപ്പായിരുന്നു, സമാധാനത്തിന്റെ തണലായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ. കൊടുമ്പിരി കൊണ്ട യുദ്ധങ്ങളിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടയങ്കിയായി. അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രതിരോധിക്കാനുള്ള പരിചയായി. അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വന്ന കൂരമ്പുകൾ അവരുടെ വിരിമാറ് കൊണ്ട് സ്വീകരിച്ചു. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഈമാനുള്ളവർക്ക് സ്വന്തം ശരീരത്തെക്കാളും വലുതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ആയത്ത് അക്ഷരാർത്ഥത്തിൽ ജീവിതം കൊണ്ട് തെളിയിച്ചവരാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും, നിങ്ങളെ ഉപ്പയെക്കാളും ഉമ്മയെക്കാളും മക്കളെക്കാളും ഞാൻ പ്രിയപ്പെട്ടവനാകുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാകൂല എന്നാണ് പറഞ്ഞത്. ആ ഹദീസ് ജീവിതം കൊണ്ട് കാണിച്ചു തന്നവരാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ. നമ്മൾ ചിന്തിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറഞ്ഞാൽ അത് അവരുടെ ജീവിതമാണ്. ഇപ്പോൾ ഹിജ്റ 7-ാം വർഷം ഖൈബർ യുദ്ധം നടന്നു. യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടായി. യുദ്ധമൊക്കെ കഴിഞ്ഞു. സ്വഹാബിമാർക്ക് നല്ല വിശപ്പുണ്ട്, അസഹ്യമായ വിശപ്പ്. അങ്ങനെ അവർക്ക് അവിടെ നിന്ന് കിട്ടിയ കുറച്ച് നാടൻ കഴുതകൾ ഉണ്ടായിരുന്നു. ആ നാടൻ കഴുതകളെ അറുത്ത് സ്വഹാബിമാർ പാകം ചെയ്തു. അടുപ്പത്ത് മാംസം വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതന്മാർ വന്നു. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അവർ വന്നിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ ഉറക്കെ വിളിച്ചു പറയുകയാണ്, അലാ ഇന്നല്ലാഹ വറസൂലഹു യൻഹയാനികും അൻഹാ. സ്വഹാബിമാരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ നാടൻ കഴുതയുടെ ഇറച്ചി തിന്നുന്നത് വിലക്കിയിട്ടുണ്ട്. കാട്ടുകഴുതയുടെ ഇറച്ചി അനുവദനീയാണ്, എന്നാൽ നാടൻ കഴുതയുടെ ഇറച്ചി തിന്നുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുണ്ട്. സ്വഹാബിമാർക്ക് വിശപ്പിൻ്റെ അങ്ങേ അറ്റത്താണ് അവർ നിൽക്കുന്നത്. അടുപ്പത്തു നിന്ന് ഇറച്ചി വേവുന്നുണ്ട്, അത് പാകമായി വരുന്നുണ്ട്. പിന്നെ അവിടെ എന്താ നടക്കുന്നതെന്നറിയോ? ആ ഇറച്ചിയുടെ ചെമ്പ്, ആ പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന മാംസം അവർ നേരെ കമിഴ്ത്തിന്നാണ്. അവരത് കഴിച്ചിട്ടില്ല. ഇനി അടുത്ത തവണ നോക്കാം, ഇതിപ്പോൾ ഏതായാലും നമ്മൾ അറുത്തു, നമ്മൾ പാകം ചെയ്തു, അതിപ്പോൾ വെന്ത് തീരുമാനാകാനായി, ഇനി അടുത്ത തവണ ശ്രദ്ധിക്കാം എന്നല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ തീരുമാനിച്ചത്. ഉടനെ അവർ തിരുത്തുകയാണ്. അവരുടെ വിശപ്പ് അവർക്കൊരു പ്രശ്നമല്ല, അവരുടെ വയർ അവർക്ക് പ്രശ്നമല്ല, അവരുടെ ക്ഷീണവും തളർച്ചയും അവർക്കൊരു വിഷയമല്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനും നബിയുടെ ഓരോ വാക്കും നെഞ്ചിലേറ്റാനും നമുക്ക് കഴിയാറുണ്ടോ? അപ്പോൾ വെറുതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി,
100% നമുക്ക് തെറ്റാണെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ നമ്മൾ പരസ്യമായിട്ട് ചെയ്യുന്നില്ലേ? രഹസ്യമായിട്ട് ചെയ്യുന്നത് പോട്ടെ, പരസ്യമായിട്ട് നമ്മൾ ചെയ്യുന്നില്ലേ? നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഓണത്തിൻ്റെ ഒരു സമയമാണ്. പട്ടുസാരി സെറ്റ് സാരി ഉടുത്ത് ക്യാമ്പസിൽ ഉറഞ്ഞു തുള്ളുന്നവരാരാണ്? അമുസ്ലിങ്ങൾക്ക് അവരുടെ ആഘോഷത്തെക്കാളും വലുതാണ് നമുക്ക് അവരുടെ ആഘോഷം. നമ്മുടെ പെൺകുട്ടികളാണ്, നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട പെൺകുട്ടികളാണ് ക്യാമ്പസിൽ ഓണം ആഘോഷത്തിന് നേതൃത്വം കൊടുക്കുന്നത്, പൂക്കളമിടുന്നത്, മഹാബലിയുടെ വേഷം കെട്ടുന്നത്. ആരെ ബോധിപ്പിക്കാനാണിത്? ഇത് തെറ്റാണെന്ന് അറിയാത്തവരാരാളുള്ളത്? ഇനി തെറ്റല്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കൂടി നമ്മൾ കേൾക്കുക. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആര് ഒരു ജനതയുടെ വിശ്വാസത്തോടും അവർക്ക് മാത്രം പ്രത്യേകമായ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും സാദൃശ്യപ്പെടുന്നുണ്ടോ ഓൻ അവരിൽപ്പെട്ടവനാണെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഈ ഉറഞ്ഞു തുള്ളുന്നത്? ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ഒരു ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് ഡാൻസ് കളിക്കാനും നൃത്തം ചവിട്ടാനും ഇസ്ലാം എവിടെയാണ് അനുവാദം കൊടുക്കുന്നത്? അത് നമ്മുടെ പെരുന്നാളിന് പറ്റുമോ? ഈദുൽ ഫിത്തറിനും ഈദുൽ അദ്ഹക്കും അത് പറ്റുമോ? നമ്മുടെ പെരുന്നാളിന് പോലും അത് പറ്റൂല എങ്കിൽ പിന്നെ എങ്ങനെയാണ് വേറൊരു സമുദായത്തിന്റെ ആഘോഷത്തിൽ നമ്മൾ പോയിട്ട് അങ്ങനെ ഉറഞ്ഞു തുള്ളുക, നമ്മൾ അങ്ങനെ ആഘോഷിക്കുക? ഇത് ആരെ ബോധ്യപ്പെടുത്താനാണ് നമ്മൾ ഈ ചെയ്യുന്നത്? ആരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്? ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ. ഒരാളും വേറൊരാളുടെ ഭാരം ചുമക്കൂല, ഉറപ്പാണ്. നമുക്ക് നമ്മുടേതായ ഒരു നിലപാടുണ്ട്. ആ ആദർശം വിട്ടിട്ടുള്ള ഒരു കളിയും നമുക്ക് പറ്റൂല. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഓടാനും തുള്ളാനും ചാടാനും നിൽക്കുന്നവർ ഓർക്കേണ്ട അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം കൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മനിൽ തമസമ റിളല്ലാഹി ബിസഖ്തിന്നാസ്. ആരെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജനങ്ങളുടെ കോപം ഏറ്റുവാങ്ങി, കഫാഹുല്ലാഹു മുനത്തന്നാസ്. അള്ളാഹു ജനങ്ങളിൽ നിന്ന് അവൻക്ക് സംരക്ഷണം ഒരുക്കി കൊടുക്കുന്ന പറഞ്ഞത്. അള്ളാഹു അവനെ ഏറ്റെടുക്കുന്ന പറഞ്ഞത്. അവൻ ജനങ്ങളെ ആശ്രയിക്കേണ്ടി വരികയില്ല. വമനിൽ തസമ റിളന്നാസി ബിസഖ്തില്ല. എന്നാൽ ആരെങ്കിലും ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ വെറുപ്പാണെങ്കിലും പ്രശ്നമില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ വകലഹുല്ലാഹു ഇലന്നാസ്. അള്ളാഹു അവനെ ജനങ്ങൾ കണ്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന പറഞ്ഞത്. ജനങ്ങളിൽ നിന്ന് നേരിടേണ്ടതൊക്കെ ഓൻ നേരിടേണ്ടി വരും. ഞാൻ പറയുന്നത് ഇത് ദീനിന്റെ വിഷയമായതുകൊണ്ടാണ്. ദുനിയാവിന്റെ കാര്യത്തിൽ ഒരു അമുസ്ലിമാവിനോട് ഏത് ഇടപാടും നമുക്ക് പറ്റുമല്ലോ. ഇസ്ലാം അനുവദിച്ച ഏത് ഇടപാടും പറ്റൂലേ? ഓനോട് കച്ചവടം നടത്താം, പ്രശ്നമുണ്ടോ? ഓനക്ക് കടം കൊടുക്കാം, പ്രശ്നമുണ്ടോ? ഓൻ്റെ വീട്ടിലൊരു കല്യാണമുണ്ട്, നമ്മൾ ഇടപെടണം. അവൻ്റെ വീട് പണി നടക്കുകയാണ്, നമ്മൾ ഇടപെടണമെങ്കിൽ ഇടപെടണം. ഒരു ആശുപത്രി കേസ് വന്നു, എന്താ പ്രശ്നം? പക്ഷെ ഇത് ദീനിന്റെ കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടയെങ്കി ജൂതന്റെ കയ്യിലാണ് പണയം വെച്ചിരുന്നത്. മുസ്ലിമായ ഒരാളുടെ കയ്യിലല്ല, അമുസ്ലിമായ ഒരു മനുഷ്യന്റെ കയ്യിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടയെങ്കി ഉണ്ടായിരുന്നത്. അപ്പൊ ദീനിന്റെ കാര്യം വേറെ, ദുനിയാവിന്റെ കാര്യം വേറെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ മുറുകെ പിടിക്കാൻ നമുക്ക് പറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറഞ്ഞാൽ അത് ജീവിതാവസാനം വരെ, മരണം വരെ സ്വഹാബിമാർക്ക് ദീനായിരുന്നു. ഇപ്പൊ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു ഖദീജ ബീവിയുടെ ഒക്കെ കുടുംബക്കാരനാണ്. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് കുറച്ച് പൈസ ചോദിച്ചു, പണം ചോദിച്ചു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എടുത്തു കൊടുത്തു. രണ്ടാമത് വീണ്ടും വന്ന് ചോദിച്ചു, അപ്പോൾ രണ്ടാമതും കൊടുത്തു. പിന്നെ മൂന്നാമത് മറ്റൊരിക്കൽ വീണ്ടും ചോദിക്കാൻ. അപ്പോൾ ആ പണം കൊടുത്തിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ ഹക്കീമു ഇന്ന ഹാദൽ മാല ഹദിറത്തുൻ ഹുൽവ. ഹക്കീം, ഈ പണത്തിനൊരു മധുരമുണ്ട്, അതിനൊരു പച്ചപ്പുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ കിട്ടുമ്പോൾ പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുകയാണ്, ഫമൻ അഖദഹു ബിസഖാവതി നഫ്സിൻ ബൂരിക ലഹു ഫീ. ഇങ്ങനെ ചോദിച്ച് നടക്കാതെ, ആളുകളെ ഇടങ്ങറാക്കാതെ ഒരാളുടെ കയ്യിൽ പണം കിട്ടുകയാണെങ്കിൽ അതിൽ ബറക്കത്തുണ്ടാകും. വമൻ അഖദഹു ബിഇശ്റാഫി നഫ്സിൻ. ആരെങ്കിലും ആളുകളോട് ചോദിച്ച് ഓരെ ഇടങ്ങറാക്കി എന്നാൽ കൊടുത്തു കളയാം എന്ന് കഴിഞ്ഞിട്ട് ഒരാളുടെ പണം കൊടുത്തു കഴിഞ്ഞാൽ
ലം യുബാറക് ലഹു ഫീഹി, അതിലൊരു ബറക്കത്തും ഉണ്ടാവില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ യദുൽ ഉല്യാ ഖൈറും മിനൽ യദുസ് സുഫ്ലാ, താഴ്ന്ന കൈയിനേക്കാളും നല്ലത് ഉയർന്ന കൈയാണ്. കൊടുക്കുന്ന കൈ എപ്പോഴും മുകളിലായിരിക്കും. ആ മുകളിലുള്ള കൈയാണ് താഴ്ന്ന കൈയിനേക്കാളും നല്ലത്. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ നിർത്തി, ഇനി ഒരാളോടും ഞാൻ ചോദിക്കൂല, എൻ്റെ മരണം വരെ ഞാൻ ചോദിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട പൊതു സ്വത്ത് ഖജനാവിലെത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതെല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹുവിനുള്ള ഓഹരിയുമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദൂതന്മാരെത്തി. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കത് വേണ്ട, ഞാനത് സ്വീകരിക്കൂല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലം കഴിഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്തും ഇങ്ങനെ ബൈത്തുൽ മാലിൽ എല്ലാവർക്കും അവകാശപ്പെട്ട സമ്പത്തെത്തി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും എല്ലാവർക്കും അത് വിഭജിച്ചു കൊടുത്തു. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഓഹരിയുമായിട്ട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനത് സ്വീകരിക്കൂല. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പരസ്യമായിട്ട് മുസ്ലിങ്ങളോട് പറയുന്നുണ്ട്, യാ മഅ്ശറ മുസ്ലിമീൻ, മുസ്ലിങ്ങളെ നിങ്ങൾ സാക്ഷിയാണ്, ഹക്കീമിനുള്ള വിഹിതം ഉമർ കൊടുത്തിട്ടുണ്ട്. ഉമർ കൊടുക്കാത്തത് കൊണ്ടല്ല ഹക്കീമിന് അത് കിട്ടാത്തത്, പക്ഷേ ഹക്കീം അത് സ്വീകരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു സ്വഹാബിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റാൻ. ചരിത്രത്തിൽ കാണാം, ഒട്ടകപ്പുറത്തുനിന്ന് ഒരു വടി താഴെ വീണാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആളോട് പോലും ആ വടി ഒന്ന് എടുത്തു തരുമോന്ന് പോലും ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു പിന്നീട് പറയാറുണ്ടായിരുന്നില്ല എന്നാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് സ്വഹാബിമാർ നൽകിയ മൂല്യവും വിലയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ വളരെ സിമ്പിളായിട്ട് കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. കാലങ്ങളായിട്ട്, കൊല്ലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന കുറച്ച് ഹദീസുകൾ, ആ നബിയുടെ കൽപ്പനകൾ വെച്ചിട്ട് നമ്മളൊന്ന് വിലയിരുത്തുക, നമ്മുടെ നബി സ്നേഹം എവിടെ നിൽക്കുന്നു എന്ന്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വലത് കൈ കൊണ്ട് മാത്രം തിന്നണം, വലത് കൈ കൊണ്ട് മാത്രം കുടിക്കണം. ഇന്ന് നമ്മൾ ചായ കുടിച്ചപ്പോൾ ഏത് കൈയേറ്റാണ് ചായ കുടിച്ചത്? ആലോചിക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ സ്വഫ് ചേർന്ന് നിൽക്കണം, മടമ്പുകാലുകൾ ചേർത്ത് വെക്കണം. എത്ര കാലമായിട്ട് നമ്മൾ കേൾക്കുന്ന ഹദീസാണ്. എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇനിയിപ്പോൾ ഇന്ന് ഇതൊക്കെ കേട്ടിട്ടും ജുമാ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും ആ ഗ്യാപ്പ് അവിടെ തന്നെ ബാക്കി ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വസ്ത്രം നരിയാണിക്ക് മീതെയായിട്ട് ഉടുക്കണം. എത്ര കാലമായി നമ്മൾ കേൾക്കുന്നു. ഇപ്പോൾ നമ്മൾ ഉടുത്ത വസ്ത്രം, ഇന്ന് ജുമാക്ക് പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഉടുത്ത വസ്ത്രത്തിൻ്റെ നീളം എത്രയാണ്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ശരീരം പൂർണ്ണമായിട്ട് മറച്ചിട്ടാണ് പുറത്തിറങ്ങേണ്ടത്. സ്ത്രീകളോടുള്ള കൽപ്പനയാണ്. എന്നാലും നമ്മുടെ പെണ്ണുങ്ങൾ അങ്ങാടിക്ക് പോകുമ്പോൾ തോളിലൊരു ഷാൾ ഇട്ടിട്ടാണ് പോവുക. എവിടെ നബിയോടുള്ള സ്നേഹം എവിടെയാണ്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എവിടെയാണ്? ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരിലേക്ക് ഇനിയും നമുക്കെത്ര ദൂരമുണ്ട് എന്ന് ചിന്തിക്കുക. നമുക്ക് മാറണ്ടേ? തിരുത്തണ്ടേ? നന്നാവണ്ടേ? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ കഴിയണ്ടേ? അതിന് നബിയുടെ ജീവിതം മുറുകെ പിടിക്കുക എന്നുള്ളതാണ് പരിഹാരം. അല്ലാഹു നമ്മളെ എല്ലാവരെയും അതിന് സഹായിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. അല്ലാഹുമ്മ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 ഫിറഖ. ജൂതന്മാർ 71 കക്ഷികളായിട്ട് ഭിന്നിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ 72 കക്ഷികളായി ഭിന്നിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മത്ത്
73 വിഭാഗങ്ങളായിട്ട് ഭിന്നിക്കുമെന്നാണ്. കുല്ലുഹാ ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഇല്ലാ വാഹിദ, ഒരു സംഘം ഒഴികെ എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ ചോദിച്ചു, മൻ ഹിയ യാ റസൂൽ അല്ലാഹ്, ആരാണവർ? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന മറുപടി, ഒരു ചുവന്ന മഷി കൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ വെള്ള പേപ്പറിൽ നമ്മൾ കോറിയിടണം. മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബിമാരും ഏത് വഴിയിലാണോ, ഇന്ന് ഞങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് ആ പാത പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നവരാണ് അവർ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുത്ത് അത് ജീവിതത്തിൽ പകർത്തിയവരാണ് സഹാബിമാർ. മദീന പള്ളിയിൽ നിസ്കാരം നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇമാമ്. നിസ്കാരത്തിനിടയിൽ പെട്ടെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി ധരിച്ച ചെരുപ്പുകൾ അഴിച്ചിട്ട് ഇടതു ഭാഗത്തേക്ക് മാറ്റി വെക്കുകയാണ്. സ്വഹാബിമാർ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്. നബിൻ്റെ കൂടെ അവർ മുമ്പ് നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു ഏർപ്പാട് ആദ്യമായിട്ട് കാണുകയാണ്. ആ നിസ്കാരത്തിൽ പിന്നെ എന്താ സംഭവിക്കുന്നതെന്നറിയോ? സ്വഹാബിമാരെല്ലാവരും അവർ ധരിച്ചിരുന്ന ചെരുപ്പുകൾ അഴിച്ച് ഓരോ ഭാഗങ്ങളിലേക്ക് മാറ്റിവെച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ സ്വഹാബിമാരും ചെരുപ്പിട്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, മാ ഹമലക്കും അലാ ഇൽഖാഇ നിആലിക്കും, സ്വഹാബ, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ചെരുപ്പുകൾ അഴിച്ചു വെച്ചത്? അതിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ നൽകുന്ന ഒരു മറുപടി ഉണ്ട്. ആരാണ് സ്വഹാബിമാർ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണത്. ഖലഅത ഫഖലഅന, സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ അഴിച്ചു വെച്ചു, അതുകൊണ്ട് ഞങ്ങളും അഴിച്ചു വെച്ചു. അവർക്ക് വേറെ കാരണമൊന്നുമില്ല. നിങ്ങൾ അഴിച്ചു വെക്കുന്നത് ഞങ്ങൾ കണ്ടു, അതുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ ചെരുപ്പുകൾ അഴിച്ചു വെച്ചു. അവരാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഒരു ചെരുപ്പിൽ നജസുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ആ ചെരുപ്പ് അഴിച്ചു വെച്ചത്. ഞാൻ പ്രിയപ്പെട്ടവരെ, നബിനെ ഇങ്ങനെ ഫോളോ ചെയ്ത സ്വഹാബിമാരുടെ ജീവിതത്തിൽ ഒരു നബിദിനാഘോഷം നമ്മൾ കാണുന്നുണ്ടോ? ഒരു നബിദിനാഘോഷം ചാണിന് ചാണായിട്ട് മുഴത്തിന് മുഴമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ സ്വഹാബിമാർ ഒരിക്കലെങ്കിലും നബിയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ടോ? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിത പൂർത്തിയാക്കി തന്നിരിക്കുന്നു, അതിലേക്ക് ഇനി ഒന്നും കൂട്ടിച്ചേർക്കാനില്ല. ഈ ആയത്ത് ഓതിയത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഹജ്ജിന്റെ സമയത്താണ്. അതിനിടയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എത്ര റബീഉൽ അവ്വലുകൾ കടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിദിനം ആഘോഷിച്ചതിന് ഒരു തെളിവ് നമുക്ക് കാണിക്കാൻ പറ്റൂ? ഹിജ്റ 300 വരെ ഇസ്ലാമിക ലോകത്ത് എത്ര ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. 4 മദ്ഹബിന്റെ ഇമാമുമാരുടെ കാലം ഹിജ്റ 300 മുമ്പാണ്. ഇമാം അബു ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് റഹിമഹുമുല്ലാഹ്, ഏതെങ്കിലും ഒരു ഇമാമിന്റെ ഗ്രന്ഥത്തിൽ ഹിജ്റ 300 മുമ്പ് രചിക്കപ്പെട്ട ഏതെങ്കിലും ഒരു ഇസ്ലാമിക ഗ്രന്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെ പറ്റിയിട്ടുള്ള പരാമർശം ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇത് ദീനല്ല. ഇത് ഹിജ്റ 300 ശേഷം ഷിയാക്കളിൽപ്പെട്ട ഫാത്തിമിയാക്കൾ തുടങ്ങി വെച്ച ആചാരാണ്. ഇതിന് ഖുർആനും സുന്നത്തും തെളിവുണ്ടാവില്ല. ഇത് കൊണ്ടിറക്കുന്ന ആൾക്കാർ തന്നെ പറയും ഇത് നല്ല ബിദ്അത്താണ്. അവരെന്നെ പിന്നെ ഖുർആനും സുന്നത്തിനും അതിന് തെളിവ് ഓതുകയും ചെയ്യും. ഖുർആനും സുന്നത്തിനും തെളിവുണ്ടെങ്കിൽ പിന്നെ അതെങ്ങനെ ബിദ്അത്താവുക? അപ്പൊ ഇത് ദീനല്ല, ഇത് പിൽക്കാലത്ത് ഉണ്ടായതാണ്. അതിൽ നിന്ന് നമ്മൾ പാടെ മാറി നിൽക്കണം. ഒരു നിലക്കും അതിനോടുള്ളൊരു സഹകരണം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. നമ്മളത് ആഘോഷിക്കുന്നൊന്നുമില്ല, എന്നാൽ അത് ആഘോഷിക്കുന്ന ആളുകൾ നമ്മുടെ അടുക്കലേക്ക് ഭക്ഷണം കൊണ്ടുവരുമ്പോൾ ആ ഭക്ഷണവും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് സൗദി അറേബ്യയുടെ ഔദ്യോഗിക ഫത്വ ബോർഡായ ലജ്നത്ത് ദായിമയിലൊക്കെ അംഗമാണ്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദിന്റെ ഭാഗമായിട്ട് അറുത്തത് പാകം ചെയ്തത് കഴിക്കാൻ പറ്റുമോ? അപ്പോൾ അതിന് ഷെയ്ഖ് നൽകുന്ന ഉത്തരം, മൗലിദാഘോഷം ബിദ്അത്തായ ഒരു ആഘോഷമാണ്. ആ ബിദ്അത്തായ ആഘോഷത്തിന്റെ പേരിൽ അറുത്തത്, അതിൻ്റെ പേരിൽ പാകം ചെയ്തത് കഴിക്കുക എന്നത് ഹറാമാണ്.
അത് ആ ബിദ്അത്തിനോടുള്ള നമ്മുടെ എതിർപ്പും വിയോജിപ്പും പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പൊ നമുക്ക് നല്ല നിലക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതാ ഭക്ഷണത്തോടുള്ള വെറുപ്പൊന്നുമല്ല. ചില ആൾക്കാർ അതാ പറയാ, എന്താ പായസല്ലേ, നെയ്ച്ചോറല്ലേ, പോത്തല്ലേ, എന്താ ഈ പ്രശ്നം, ഭക്ഷണത്തിന് എന്തിനാ ഞങ്ങൾക്ക് ഒരു ദേഷ്യം? അത് ഭക്ഷണത്തിനോടുള്ള ദേഷ്യമല്ല, അതാ ബിദ്അത്തിനോടുള്ള ദേഷ്യമാണ്, അതാ ബിദ്അത്തിനോടുള്ള വെറുപ്പാണ്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ദീനില്ലാത്തത് പുതിയതായിട്ട് ഒരാൾ ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. നബി പഠിപ്പിച്ചെന്ന ദീനിൽ അങ്ങനത്തെ ഒരു ആഘോഷമില്ല. 4 ഖലീഫമാരുടെ കാലത്ത് അങ്ങനത്തെ ഒരു ആഘോഷമില്ല. ഹിജ്റ 100 അവസാനത്തെ സ്വഹാബി മരിക്കുന്നത്. അതുവരെ അങ്ങനത്തെ ഒരു ആഘോഷമില്ല. 4 മദ്ഹബിന്റെ ഇമാംമാർക്ക് അങ്ങനത്തെ ഒരു സംഗതി പരിചയമില്ല. ഹിജ്റ 300 വരെ ഒരാൾക്കും അത് പരിചയമില്ല. ഹിജ്റ 300 ശേഷം ഷിയാക്കൾ തുടങ്ങി വെച്ചതാണ്. അത് പിന്നീട് പല ആൾക്കാരും ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ആഘോഷം ഇസ്ലാമിൻ്റെ ആഘോഷമല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബിയെ, ഇപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ കാണണം എന്ന് തോന്നിയാൽ നിങ്ങൾ അടുത്തേക്ക് വന്നാൽ മതി. നിങ്ങൾ സ്വർഗത്തിലെത്തിയാൽ നിങ്ങൾ ഉന്നത പദവിയിലായിരിക്കും, നമ്മളൊക്കെ താഴ്ന്ന പദവിയിലായിരിക്കും. അപ്പോൾ ഞങ്ങൾ എങ്ങനെ നിങ്ങളെ കാണും? ഞങ്ങൾക്ക് നിങ്ങളെ കൂടെ ഇരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോഴാണ് ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين എന്ന ആയത്തിറങ്ങുന്നത്. ആര് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ, അവരെ പിൻപറ്റുന്നുവോ, അവർ നബിമാരുടെ കൂടെയായിരിക്കും, ശുഹദാക്കളുടെ കൂടെയായിരിക്കും, സിദ്ദീഖീങ്ങളുടെ കൂടെയായിരിക്കും, സ്വാലിഹീങ്ങളുടെ കൂടെയായിരിക്കും. അപ്പോൾ വിജയിക്കാനുള്ള വഴി അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞതുപോലെ ജീവിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ അടുത്തറിയാൻ നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളുള്ളയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ സ്നേഹിക്കാൻ കഴിയുക? അപ്പോൾ അതിന് ഷെയ്ഖ് നൽകുന്ന ഉത്തരം, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വായിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര ഗ്രന്ഥത്തിലെ ഒരു പേജ് നിങ്ങൾ ഇന്ന് വായിച്ചു, നാളെ അതേ പേജ് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഇന്ന് സ്നേഹിച്ചതിനേക്കാളും കൂടുതൽ നിങ്ങൾ നാളെ നബിയെ സ്നേഹിക്കുന്ന പറഞ്ഞത്. നമ്മൾ ആരെങ്കിലും അങ്ങനത്തെ ഒരു തീരുമാനമെങ്കിലും എടുത്തിട്ടുണ്ടോ? നബിയുടെ ജീവിതം ഒരിക്കലെങ്കിലും വായിച്ചു തീർക്കുമെന്ന തീരുമാനം. ഇന്നത്തെ ഖുതുബയിൽ നിന്ന് അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാനും കൂടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ, ആ മാർഗം പിൻപറ്റുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, സൂചിപ്പിക്കാനുള്ള